ഹേയ്, ലെറ്റ് മി ടെൽ യു സംതിങ്. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഒരിക്കലും സെൽഫിഷ് ആവുന്ന കാര്യമല്ല കേട്ടോ. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മളെ സെൽഫായിട്ട് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്റ്റും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും സെൽഫിഷായിട്ട് കരുതുക വേണ്ട. നിങ്ങൾ വാട്ട് എവർ മേക്സ് യു ഹാപ്പി അത് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് എവർ കീപ്സ് യു ഹാപ്പി, വാട്ട് എവർ കീപ്പ് യു ഓൺ ഗോയിങ് ഇൻ യുവർ ലൈഫ്, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചില കാര്യങ്ങൾ, അത് ഹാപ്പിനെസ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ സമാധാനം ആയിക്കൊള്ളട്ടെ, വാട്ട് എവർ വി ലൈക്സ്, ജസ്റ്റ് ഡു ദാറ്റ്. ഡോണ്ട് വറി വാട്ട് പീപ്പിൾ തിങ്ക്, ഡോണ്ട് വറി അബൌട്ട് ദ ജഡ്ജ്മെൻറ്റ്സ്, ജസ്റ്റ് ഡു വാട്ട് യു ലൈക്ക്. അതാണ് കേട്ടോ കാര്യം. കാരണം നമ്മളെ ഹാപ്പി ആയിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യുക? നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുന്നതും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒന്നും സെൽഫിഷ് അല്ല. ആസ് ലോങ് ആസ് യു ഡോണ്ട് ഹേർട്ട് എനിബഡി, അത്ര നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. അല്ലാതെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഭയക്കണ്ട, വാട്ട് പീപ്പിൾ തിങ്ക് എന്നതിനെക്കുറിച്ച് വിഷമിക്കണ്ട. ജസ്റ്റ് ലീവ് ദ ലൈഫ്, ബി ഹാപ്പി, എൻജോയ് യുവർ ഡേയ്സ്. അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കുന്നതായിരിക്കാം, പുറത്തുനിന്ന് പോകുന്നതായിരിക്കാം. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ മെൻ്റൽ ഹെൽത്തിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഒബ്വിയസ്ലി നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പാർട്ട്ണർ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെങ്ത്ത്, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എത്ര ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ, ചിലപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വരില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തണം, നമ്മളെ തന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. സോ മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ബി ഹാപ്പി, എപ്പോഴും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക്സ്, ബൈ.